ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എൻ എയും ഡി എൻ എനെ പൊതിഞ്ഞുകൊണ്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻസും എന്ത് ചെയ്യാണ്, ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ക്രോമസോം എന്ന് പറയുന്നത്. ഏകദേശം 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ത് ചെയ്യാണ്, ഒരു ഹിസ്റ്റോൺ ഒക്ടോമർ ഉണ്ടാവുകയാണ്. ഹിസ്റ്റോൺ ഒക്ടോമർ, അതായത് ഇവിടെ കാണിക്കുന്നുണ്ട്, നമ്മൾ 1 2 3 4 5 6 7 8 അങ്ങനെ 8 ഉണ്ടാവും. ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള 8 ജോയിൻ ചെയ്തിട്ട് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവും. ഈ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നത് ഡി എൻ എ സ്ട്രാൻഡ്സ് വിൻഡ് അറൗണ്ട് ദിസ് ഒക്ടാമർ ടു ഫോം എ സ്ട്രക്ചർ കോൾഡ് ന്യൂക്ലിയോസോം. അതായത് ഇതാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ട്, 8 കൂടിയിട്ടുള്ള ഹിസ്റ്റോൺ പ്രോട്ടീൻ 8 ഉണ്ടാവും. അതിനെ ചുറ്റിയിട്ട് ഡി എൻ എ വരുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം. അങ്ങനെ ദ ക്രോമസോംസ് ആർ ഫോംഡ് ബൈ പാക്കിംഗ് ആൻഡ് കോയിലിംഗ് ന്യൂമറസ് ന്യൂക്ലിയോസോംസ് ആൻഡ് റീകോയിലിംഗ് ഓഫ് ദ ചെയിൻസ് ഓഫ് ന്യൂക്ലിയോസോംസ്. അതായത് ഇപ്പോൾ ഇതിൽ ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ ന്യൂക്ലിയോസോംസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരുപാട് ന്യൂക്ലിയോസോംസ് ഇങ്ങനെ പല സ്ട്രക്ചറിൽ നല്ല വൃത്തിയിൽ കോയിൽ ചെയ്ത് റീകോയിൽ ചെയ്ത് നല്ല അടുക്കി പെറുക്കി വെച്ചിട്ട് ആണ് എന്തുണ്ടാവുന്നത്, ക്രോമസോംസ് ഉണ്ടാവുന്നത്. ഇതാണ് ഒരു ക്രോമസോം എന്ന് പറയുന്നത്. ക്രോമസോം എന്താണെന്ന് മനസ്സിലായോ? ക്രോമസോമിനകത്ത് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായോ? ഹിസ്റ്റോൺസും ഡി എൻ എയും കൂടെ, ഹിസ്റ്റോൺ ഒക്ടാമേഴ്സും ഡി എൻ എ കൂടെ വൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കൂടി നിൽക്കുന്ന ഈ ഒരു സ്ട്രക്ചറിന് രണ്ട് കൈകളുള്ള ഈ സ്ട്രക്ചർ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോമസോം എന്ന് പറയുന്നത്. The chromosomes are formed by packing and coiling numerous nucleosomes and recoiling the chains of nucleosomes. ഇനി ക്രോമാറ്റിഡ് എന്താണെന്ന് നോക്കാം. Are the parts of chromosomes which are connected by means of centromere. ഈ ഒരു ഭാഗത്തിനെ ആണ് നമ്മളൊരു ക്രോമാറ്റിഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഇങ്ങനെ വരുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ക്രോമാറ്റിഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെയും ഒരു ക്രോമാറ്റിഡ് ഉണ്ട്. അങ്ങനെ 2 ക്രോമാറ്റിഡ്സ് ആണ്. 2 ക്രോമാറ്റിഡ്സ് ചേർന്നാലാണ് ഒരു ക്രോമസോം ഉണ്ടാവുന്നത്. ഇവരെ കണക്ട് ചെയ്യുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് സെൻട്രോമിയർ. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ? എന്താണ് ന്യൂക്ലിയോസോം, എന്താണ് ഹിസ്റ്റോൺ ഒക്ടാമർ, എന്താണ് ക്രോമാറ്റിഡ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് സെൻട്രോമിയർ എന്നും ഇതിനോടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.